ഡിയേഴ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഫോർ ഡാൻസ്. പക്ഷെ നമുക്കതൊരു വെറൈറ്റി ആക്കി ഒരു സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഞാൻ ഇന്ന് എൻ്റെ മദറിലൂടെ ഈ ഒരു സാരിയാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഡബിൾ ഷെയ്ഡഡ് പ്ലീറ്റഡ് സാരിയാണ്. എൻ്റെ ഒരു കണക്ക് വെച്ച് ഏകദേശം ഇതൊരു 15 വർഷം പഴക്കം ഉണ്ടാവും. പക്ഷെ കണ്ട അത്ര തോന്നില്ല, അത്ര ഫ്രഷ്. ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഗോപാലൻ ആ ഒരു ലൈനിൽ പിക്ക് ചെയ്താണ് ഈ സാരി. ആക്ച്വലി ഈ സാരിക്ക് റെഡിഷ് മെറൂൺ ബ്ലൗസ് ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് ഞാനിന്ന് ഈ ഒരു സാരിയെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് വെച്ച് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പോണേണ്. അതായത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. സോ ലെറ്റ്സ് സ്റ്റൈൽ ദിസ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് റിയലി സൂപ്പർബ്. ക്രോപ്പ് ടോപ്പ് വെച്ച് സ്റ്റൈൽ ചെയ്തിട്ട് അത്ര തരക്കേടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത്ര ഈസി ആയിട്ട് ടക്ക് ടപ്പേന്ന് നമുക്ക് ഈ സാരി എടുത്തു കഴിയാൻ പറ്റും. വളരെ വളരെ ഫ്ലോയി ആണ്, വളരെ ഈസി ടു വെയർ ആണ്. എന്തായാലും ഈ സാരി ഞാൻ ഇനി എൻ്റെ മദറിലേക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇതിന് സ്യൂട്ടായ ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്തത്. ശരിക്കും ഒരു റെഡിഷ് മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ ബ്ലൗസ് ഒക്കെ ആയിരിക്കും ഇതിനോട് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നത്. ഡ്രസ്സ് കംപ്ലീറ്റ് ആയി, ഇനി മേക്കപ്പ്. വളരെ സിമ്പിളായൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഈ സാരിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്സസറീസ് ആയിട്ട് കുഞ്ഞു വെള്ള മുത്തുകളുള്ള കുറച്ച് വലിയ ജുംക്കയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. സാരീസ് കുറച്ച് മോഡേണൈസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിയ ജുംക്ക ഇടുന്നത് നമ്മുടെ ലുക്കിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇനി സ്റ്റൈലിംഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ വളയാണ് നമ്മൾ ഈ സാരിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചുവപ്പിൻ്റെ കൂടെ ഗ്രീൻ സൂപ്പർ ആയിരിക്കുമല്ലോ. ഇനി ഈ പോണിറ്റെയിലും കൂടെ അഴിച്ചിട്ട് മുടി ഒന്ന് ഫ്രീ സ്റ്റൈൽ ചെയ്താൽ നമ്മുടെ സാരി ലുക്ക് കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞാൽ ഈ ഒരു സാരി ലുക്കും സ്റ്റൈലിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. കാരണം ചില ലുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു ഇംപ്രഷൻ തോന്നൂലേ. യാ, ഐ ആം ഇംപ്രസ്ഡ്. ആ ഒരു സംഭവം. നമ്മുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഉദ്ദേശം ഡാൻസ് ആണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡാൻസ് കളിച്ചിട്ട് വരാം. ബൈ.